നമസ്കാരം, ഞാൻ അനിസ്റ്റ. സൺഡേ സ്കൂൾ മത്സരത്തിന് നഴ്സറി ഗ്രേഡിലെ കൊച്ചു കൂട്ടുകാർക്ക് പറയാൻ പറ്റിയ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കഥയുടെ പേര് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. ഒരിക്കൽ കാനാവിലെ ഒരു വീട്ടിൽ കല്യാണം നടക്കുകയായിരുന്നു. ധാരാളം ആളുകൾ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മയും കല്യാണത്തിന് വന്നു. അന്നത്തെ കാലത്ത് പ്രധാന വിഭവങ്ങളിലൊന്നാണ് വീഞ്ഞ്. മുന്തിരിങ്ങ ചക്കിലിട്ട് ആട്ടിയാണ് വീഞ്ഞുണ്ടാക്കുന്നത്. ആളുകൾ കൂടുതലായതുകൊണ്ടാകാം വീഞ്ഞെങ്ങനെയോ തീർന്നുപോയി. ജോലിക്കാരാകെ അങ്കലാപ്പിലായി. വീഞ്ഞ് തീർന്ന കാര്യം ജോലിക്കാർക്ക് മാത്രമേ അറിയൂ. വീഞ്ഞ് തീർന്നു എന്ന് ആളുകൾ അറിഞ്ഞാൽ എന്താകും സ്ഥിതി? കല്യാണമാകെ അലങ്കോലമാകില്ലേ? വീഞ്ഞു തീർന്ന കാര്യം യേശുവിൻ്റെ അമ്മ എങ്ങനെയോ അറിഞ്ഞു. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. പിന്നീട് യേശുവിൻ്റെ അമ്മ പോയി വേലക്കാരോട്, യേശു എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ മടിയൊന്നും കൂടാതെ അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ദേഹശുദ്ധിക്ക്, അതായത് കൈയും കാലും കഴുകാൻ വേണ്ടി വെള്ളം നിറയ്ക്കുന്ന വലിയ കല്ലിലുണ്ടാക്കിയ 6 പാത്രങ്ങളുണ്ടായിരുന്നു. ആ 6 കൽപാത്രങ്ങളിലും വെള്ളം നിറയ്ക്കാൻ യേശു ജോലിക്കാരോട് പറഞ്ഞു. ഉടൻ തന്നെ ജോലിക്കാർ ആ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചു. ആ വലിയ കൽപാത്രങ്ങളുടെ വക്കോളം വെള്ളം നിറച്ചപ്പോൾ യേശു പറഞ്ഞു, ഇനി കോരിക്കൊണ്ടുപോയി കലവറക്കാരന് കൊടുപ്പിൻ. ജോലിക്കാർ ഉടനെ തന്നെ അത് കോരിക്കൊണ്ട് കലവറക്കാരന് കൊടുത്തു. ഇതിനകം തന്നെ ആ വെള്ളം ഒന്നാന്തരം വീഞ്ഞായി തീർന്നു. വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. ഹാ, എന്താ രുചി! നല്ല ഒന്നാന്തരം വീഞ്ഞ്. കലവറക്കാർ ഉടനെ മണവാളനെ വിളിച്ചു. ആ വീഞ്ഞ് എവിടെ നിന്നാണെന്ന് വെള്ളം കോരിയ ജോലിക്കാരല്ലാതെ കലവറക്കാരൻ അറിഞ്ഞില്ല. മണവാളൻ വന്നപ്പോൾ കലവറക്കാരൻ മണവാളനോട് ചോദിച്ചു, എല്ലാ വിരുന്നുകൾക്കും ആദ്യം നല്ല വീഞ്ഞാണ് നൽകുന്നത്. എല്ലാവരും നല്ല വീഞ്ഞ് കുടിച്ച് മത്താകുമ്പോഴാണ് കുറഞ്ഞ വീഞ്ഞ് നൽകുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം കുറഞ്ഞ വീഞ്ഞ് വിരുന്നുകാർക്ക് നൽകിയിട്ട് ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചു. പക്ഷെ മണവാളന് കാര്യമൊന്നും മനസ്സിലായില്ല. അവിടെ വന്നവരെല്ലാം മതിയാവോളം വീഞ്ഞു കുടിച്ചു. അങ്ങനെ യേശു ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ ആദ്യമായി അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? നമുക്കും നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ കൂടി ക്ഷണിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.